മത്തായി സുവിശേഷം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവോടെ പറയാ, ഉപവാസം രഹസ്യത്തിലായിരിക്കണം. ഉപവാസം എങ്ങനെ ആയിരിക്കണം? രഹസ്യത്തിലായിരിക്കണം. 4 പേരെ കാണുമ്പോൾ മുഖമൊക്കെ എന്തോ പറ്റി ബ്രദറെ, ഒരു ക്ഷീണം, ഉപവാസത്തിലാണ്. അങ്ങനെ പറയല്ലേ. സ്തോത്രം. എന്നെ പറ്റി മുഖത്തൊരു ചൈതന്യം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കണം. ആൾക്കാരൊക്കെ എന്തുവാ ഒരു സന്തോഷം, സന്തോഷിക്കാനുള്ള വക ഉടനെ ഉണ്ട്. 3 കാര്യം കർത്താവ് രഹസ്യത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു. 1, രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. 2, രഹസ്യത്തിൽ കൊടുക്കണം. 3, രഹസ്യത്തിൽ. ഇത് 3 പരസ്യത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ മനുഷ്യരെ. പ്രാർത്ഥിക്കുവാന്നേ, ആയുസ്സിൽ പ്രാർത്ഥിക്കാത്ത ഒരുത്തൻ്റെ അന്ന് ഒരു 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ അവൻ ഇറങ്ങി വരുമ്പോൾ ആദ്യം പാസ്റ്റർ റോബിനെ കണ്ടപ്പോൾ ചോദിക്കുന്ന ചോദ്യം, റോബിൻ പാസ്റ്ററെ ഇന്ന് പ്രാർത്ഥിച്ചോ? പാസ്റ്റർ പ്രാർത്ഥിച്ചതല്ല വിഷയം, ഇവൻ പ്രാർത്ഥിച്ചെന്ന് റോബിനോട് പറയണം. നാടൻ പ്രയോഗമാണ്. കോഴി ഒരു മുട്ട ഇട്ടേച്ച് നാട് മുഴുവൻ ഇട്ടേ എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ. പ്രാർത്ഥിക്കാത്ത പുള്ളി ഒരു പ്രാർത്ഥന ബ്രദറെ ഇന്നലെ ഞാനൊരു 3 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിച്ചു, 5 കൊല്ലത്തിനിടയ്ക്കാണ്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഇത് പരസ്യമാക്കാൻ മനുഷ്യൻ കൊതിക്കും. 2, കൊടുത്താൽ. ആലയത്തിൻ്റെ മണി നടക്കാം, നിങ്ങൾ വല്ലതും കൊടുത്തോ? ഞാൻ കൊടുത്തു. ഞാൻ ഇന്നലെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. മിണ്ടുന്നില്ല. എന്നാ മിണ്ടാത്തെ? സ്തോത്രം. നിങ്ങൾ ഈ നാളിനിടയ്ക്ക് ആരെയും കല്യാണം കഴിപ്പിച്ചോ? ഞാൻ 13 പെമ്പിള്ളാരെ കെട്ടിച്ചു വിട്ടു. മിണ്ടുന്നില്ല. ചിലർ കാണത്തില്ലയോ, ഒരുത്തനൊരു ഭക്ഷണപ്പൊതി അങ്ങോട്ട് കൊടുക്കുന്നു, ചിരിച്ചോണ്ട് ഫോട്ടോ എടുക്കുന്നു, 50 കിറ്റ് ഒന്നിച്ച് നിരത്തി വെച്ച് ഫേസ്ബുക്കിലിടുന്നു. ഞങ്ങൾ ചെയ്യുന്നു, നിന്റെ പ്രതിഫലം ഫേസ്ബുക്ക് കൊണ്ട് തീർന്നു. മിണ്ടുന്നില്ല. ഇത് രഹസ്യത്തിൽ ചെയ്യാനാ കർത്താവ് പറഞ്ഞു. വലം കൈ കൊടുക്കുന്നത് എന്തെന്ന് നല്ലൊരാമയും പറഞ്ഞാട്ടെ. 3-ാമത്തെ കാര്യം ഉപവാസം. അത് രഹസ്യത്തിലായിരിക്കണം. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് പരസ്യത്തിൽ മറുപടിയുണ്ട്. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് നിന്നോട് ദൈവാത്മാ പറയുക, നിന്റെ പ്രശ്നം ഒരു ഉപവാസത്തിൽ തീരും. ഇനി ദൈവദാസം വചനം പറയുമ്പോൾ ഞാൻ പ്രവചിച്ചു പറയാം, മനുഷ്യർക്ക് കഴിയാത്ത കാര്യം എൻ്റെ ദൈവം ആമീൻ പ്രാർത്ഥനയിൽ തീർത്തു തരും. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം പറയാം. 3 മക്കളുള്ളൊരു വീട്ടിൽ ഞാൻ ഒരിക്കൽ പോയി. ഇഷ്ടംപോലെ എസ്റ്റേറ്റുകളുള്ളൊരു കുടുംബമാണ്. മൂത്ത മകന് 40-ലധികം വയസ്സ് പ്രായമുണ്ട്. അതിൻ്റെ ഇളയ മോക്ക് പിന്നെ അതിനോട് അടുപ്പിച്ച് 2 വയസ്സ് 3 വയസ്സ് വ്യത്യാസത്തിലാണ് 3 പേരും. മൂത്തതാണ്. ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, 3 ദിവസം ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും. ഉടനെ അവർ ചോദിച്ചു, ഉപവാസം എന്തുവാ? ഞാൻ പറഞ്ഞു, അരിയാഹാരം വെടിഞ്ഞാൽ മതിയോ? പോരാ, എല്ലാം വെടിയണം. ചായ കുടിച്ചോട്ടെ, 1-2 കുടിക്കാം. കാപ്പി കുടിച്ചോട്ടെ, 1-2 കുടിക്കാം. നാരങ്ങാളം കുടിച്ചോട്ടെ, ഷാർജ ഷേക്ക് വേണ്ട. മിണ്ടുന്നില്ല. എന്നാൽ പിന്നെ ഒരു ചിക്കൻ വാങ്ങിച്ച് മിക്സിക്കകത്ത് അരച്ച് ജ്യൂസാക്കി അങ്ങ് ഐസ്ക്രീം വേണ്ട, നാക്കയിലിട്ട് അലിഞ്ഞല്ലോ. മിണ്ടുന്നില്ല. പിണങ്ങൊന്നും ചെയ്യല്ലേ. അവർ പറഞ്ഞു, അയ്യോ താഴെ വീടെത്തില്ല. ഞാൻ പറഞ്ഞില്ല. അവരാദ്യം 1 ദിവസം ഉപവസിച്ചു. അപ്പോൾ അന്ന് വൈകിട്ടാൻ വരെ പിടിച്ചു നിന്നപ്പോൾ കുഴപ്പം കണ്ടില്ല. 2 ദിവസം കഴിഞ്ഞ് അവർ 2 ദിവസം ഉപവസിച്ചു. അന്നേരം കുഴപ്പം കണ്ടില്ല. പിന്നെ അവർ 3 ദിവസം ഉപവസിച്ചു. 3-ാം ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് മനോരമ പേപ്പർ തുറന്നപ്പോൾ 39 വയസ്സുള്ളൊരു പെൺകുട്ടി വിവാഹാലോചന ക്ഷണിക്കുന്നു. ഇത്രയും നാളെ കൊച്ചെവിടായിരുന്നു. മിണ്ടുന്നില്ല. ആലോചിച്ചു, ആദ്യത്തെ കല്യാണം 1 വർഷം കൊണ്ട് 3 കല്യാണം നടന്നു കേട്ടോ. നീണ്ട വർഷങ്ങൾ ബന്ധിക്കപ്പെട്ട വിഷയം ഒരു പ്രാർത്ഥനയിൽ അഴിഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാം, ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് തീരുമാനിക്ക്. കൂടെ എല്ലാ മാസവും ഈ ചർച്ച ഉപവാസം വെക്കുന്നത് വെറുതെ അല്ല. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ മാറ്റി നിങ്ങളോടൊപ്പം ഉപവസിക്കുന്ന വെറുതെ അല്ല. 1000 വിഷയങ്ങൾ ഇവിടെ ഏറ്റെടുത്തോണ്ട. ഈ ഉപവാസത്തിൻ്റെ വില അറിയാത്തവർക്ക്
ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വിടുതൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഏത് പ്രായത്തിലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പം ആ വീട്ടിലെ അപ്പച്ചന് 89 വയസ്സുണ്ട്. അപ്പച്ചന് ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസമാണ്. സ്തോത്രം. നമ്മൾ പറയുന്ന 40 കഴിഞ്ഞാൽ പിന്നെ ഉപവാസം പറ്റുകയില്ല. 18കാരൻ പറഞ്ഞാൽ 18-ന് ഉപവാസം പറ്റുകയില്ല. അങ്ങനെയല്ല. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ വസിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം അതിനകത്ത് ഇറങ്ങും.